നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങുന്നേരം ആദ്യം ചോദിക്കുക എന്താ, ആദ്യം നോക്കുക എന്താ, ഇതിന് എത്ര MAH ബാറ്ററി ഉണ്ട്, 4000 ഉണ്ടോ 5000 ഉണ്ടോ എന്നൊക്കെ നോക്കും. ഇപ്പം വരുന്ന ഒക്കെ 5000 MAH 4000 MAHൻ്റെ മേലോട്ടുള്ള ഫോണുകളാണ്. അപ്പോൾ എന്തിനാണ് ഇത് നോക്കുന്നത്? നമ്മളൊരു ഫോൺ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുക എങ്ങനെ, അതിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഗെയിമുകൾ ഒക്കെ ആയിട്ട് ഈ കണ്ട ലൊട്ടിലൊടുക്കുന്ന ആവശ്യമുള്ളൂ മാണ്ടിയോ മാണ്ടാത്തൊക്കെ കുത്തി നിറച്ചിട്ട് ഇതെന്ത് ചെയ്യൂ, എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യും, ബാറ്ററി പെട്ടെന്ന് തീരുകയും ചെയ്യും. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് രാവിലെ 100% ആക്കിയാന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് അത് പകുതിയായിപ്പോയി, അല്ലെ തീർന്നു പോയി, ഡൗൺ ആയിപ്പോയി, ഇതിനെന്ത് വൈകിണ്ട് നോക്കാം. അത് തീർത്ത് പരിഹരിക്കാനൊന്നും നമ്മളെ കൊണ്ടാകുകയില്ല. എന്നാലും നമ്മളെ ഫോണിൻ്റെ ബാറ്ററി മാക്സിമം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന ഒരു 6 ടിപ്സ് ആൻഡ് ട്രിക്സ് ഇത് ചെയ്താൽ ഷുവറാണ് കുറേ നിങ്ങൾക്ക് ബാറ്ററി ചാർജ് സേവ് ചെയ്യാനാവും. ഈ പറയുന്ന 6 കാര്യങ്ങളും ചെയ്താൽ കുറേ സേവ് ചെയ്യാനാവും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, 6 ടിപ്സ് ആൻഡ് ട്രിക്സ് 6 എണ്ണവും പറഞ്ഞ് തീരുമാനമാക്കി ചിലപ്പം വീഡിയോയിൽ കുറച്ച് ലെങ്ത് ആവും. ആവശ്യക്കാരെ മുഴുവനായിട്ട് കാണുക. എന്താ വെച്ചാൽ ഇത് 10 മിനിറ്റിൻ്റെ വീഡിയോ 4 മിനിറ്റ് ആക്കിയിട്ട് സുരേഷ് ഗോപി പറയുന്ന പോലെ ദേ പോയി ഇതാ വന്നു എന്ന് അങ്ങ് പറഞ്ഞു പോയിട്ടൊരു കാര്യമില്ല. കേൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിയണ്ടേ? അപ്പോൾ തിരിയുന്ന രീതി പറയണേ, ലേസം മനസ്സിലാവുന്ന രീതി തന്നെ. ഒന്നാമത്തെ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫോണിൽ വൈഫൈ ബ്ലൂടൂത്ത് ഒക്കെ ഓഫിലാണെങ്കിലും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഏത് സമയത്തും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. വൈഫൈയും ബ്ലൂടൂത്തും അതിൻ്റെ സ്കാനിങ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നല്ലൊരു ശതമാനം ബാറ്ററി ചാർജ് അതിന് പോകും. അതങ്ങ് ഓഫാക്കുക ആദ്യമുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ലൊക്കേഷൻ ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും, അതൊന്ന് കണ്ടുപിടിക്കുക. അധികം ഫോണിൽ ഇങ്ങനെ സെറ്റിങ്സ് തുറന്നാക്കി നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ അഡ്വാൻസ് സെറ്റിങ്സിലുണ്ടാവും. ഇതിൽ അഡ്വാൻസിലാണുള്ളത് ലൊക്കേഷൻ ആക്സസ്. അത് ഓപ്പൺ ചെയ്താൽ കുറേ സംഭവങ്ങളിവിടെ കാണാം. അതെല്ലാം അടക്കട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. അതിൻ്റെ കൂടി ഒപ്പരം ഈ ചില ഫോണിൽ മേലെ ഈ ഭാഗത്ത് 3 ഡോട്ട് കാണാം, അല്ലെങ്കിൽ താഴെ ഇതുപോലെ 3 വര കാണുന്നുണ്ടോ? അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിൽ അധികവും പിന്നെ മേലെ 3 ഭാഗത്ത് 3 ഡോട്ടാണ് കാണല് കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ സ്കാൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇത് രണ്ടും ഇങ്ങനെ കത്തിക്കിടക്കുന്നുണ്ടാവും, അത് രണ്ടും അങ്ങ് ഓഫായി കളയുക. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ഈ ചങ്ങായിമാർ രണ്ടും ബാക്ക്ഗ്രൗണ്ട് കുത്തിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യല. നമുക്ക് ഏത് സമയത്താണോ വൈഫൈയും ബ്ലൂടൂത്ത് ഓൺ ചെയ്യേണ്ടത് അങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രം സ്കാൻ ആവും. അപ്പം ബാറ്ററി സേവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്, അത് ചെയ്ത് വെക്കുക. രണ്ടാമത്തത് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന നേരം വാട്സപ്പിലായാലും മെസ്സഞ്ചറിലായാലും എവിടെയായാലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന നേരം ഒരു പോപ്പപ്പ് ഇത് കാണിച്ചു തരാം. ഒരു പോപ്പപ്പ് ഇതുപോലൊരു പോപ്പപ്പ് കാണുന്നുണ്ടോ? പിന്നെ ഒരു മെസ്സേജിന് കീ പ്രസ് ചെയ്യുന്ന സൗണ്ട്, ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ ബാറ്ററി ചാർജ് കൊടുക്കണം. അതെല്ലാം ഒന്നും ഓഫായി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് അവിടെ ബാറ്ററി സേവ് ചെയ്യാനാവും. അത് ഓഫാക്കി എന്താ ചെയ്യേണ്ടത്? ഓരോ കീബോർഡിലും അതിന് സെറ്റിങ്സ് ഉണ്ട്. അപ്പം ഏത് കീബോർഡിൽ ഏതെല്ലാ ഭാഗത്തു നിന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അതിനെന്ത് ചെയ്യുക? നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് ഏതോ ആയിക്കോട്ടെ, നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ അവിടെ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് ഉണ്ടാവും. അത് ഫോൺ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നിക്കെ സെർച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നോക്കിയാൽ കാണും ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട്. ഈ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് ഓപ്പൺ ചെയ്താൽ അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് ഇവിടെ കാണാം. ഡിഫാൾട്ട് കീബോർഡിന് താഴെയായിട്ട് ഏതൊക്കെ കീബോർഡ് ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ കൂടെ കാണാം. ഞാനിപ്പോൾ ബോർഡാണ് ഉപയോഗിക്കുന്നത്. അത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ സെറ്റിങ്സ് കിട്ടും. സെറ്റിങ്സിൽ ഇതിലിപ്പോൾ പ്രിഫറൻസ് എന്നുള്ള ഭാഗത്താളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് സെറ്റിങ്സിൽ കാണാം. കുറച്ച് താഴേക്ക് പോയാൽ സൗണ്ട് ഓൺ കീ പ്രസ് എന്ന് ഒരു ഓപ്ഷൻ കാണാം, അതൊന്ന് ഓഫാക്കുക. വൈബ്രേറ്റ് ഓൺ കീ പ്രസ് എന്ന് കാണാം, അതും ഓഫാക്കുക. പോപ്പപ്പ് ഓൺ കീ പ്രസ് എന്ന് കാണാം, അതും ഓഫാക്കുക. നോർമലായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സുഖമാണ്, പിന്നെ ശല്യം ഉണ്ടാകില്ല, ബാറ്ററി ചാർജും സേവ് ചെയ്യുക. അത് രണ്ടാമത്തെ. മൂന്നാമത്തത്, നിങ്ങളിപ്പോൾ പിന്നെ ഫോണിൽ ബാറ്ററി സേവർ അല്ലെങ്കിൽ റാം ബൂസ്റ്റർ, സ്റ്റോറേജ് ക്ലീനർ, ഇങ്ങനെ പല രീതിയിലുള്ള ആൻറ്റി വൈറസുകൾ അതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടാകും പലരും പല രീതിയിൽ. ഇങ്ങനത്തെ എന്തെങ്കിലും കുന്ത്രാണ്ട ഫോണിലുണ്ടെങ്കിൽ അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തോളാം. ഇതിനെ കൊണ്ടൊന്നും നമുക്ക് ഒരു ആവശ്യമില്ല. ഈ സാധനം ഈ വാട്സപ്പ് കൊണ്ട് ചില സമയത്ത് വലിയ ശല്യം കേട്ടോ. ഇത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇതാ ഒരുപാടെണ്ണം കാണാം.
ഇങ്ങനത്തെ ഈ സാധനങ്ങൾ മൊത്തത്തിൽ ഏതുണ്ടെങ്കിലും എടുത്ത് ചാടിക്കള, അത് വേണ്ട. ഇത് ഇവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്ര ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് ഇത്രയും റാം ഫ്രീ ആക്കി തന്ന് ഇത്ര ക്ലീൻ ചെയ്ത് എന്നൊക്കെ അന്നേരം കാണിക്കല്ലാണ്ട് അവിടുന്ന് കുറച്ച് സെക്കൻഡുകൾ കഴിയുന്നേരം ഇതൊക്കെ റീലോഞ്ച് ആവും, നമുക്ക് അധിക ഭാരമാവും. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പരസ്യത്തിൻ്റെ ഒക്കെ ശല്യം വേറെ. അപ്പോൾ അതിനെക്കൊണ്ട് ഉപദ്രവമല്ലാണ്ട് ഉപകാരമൊന്നുമില്ല, അതങ്ങ് ഒഴിവായിക്കളാം. ഇനി നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്നേരം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചോ ഇൻസ്റ്റാൾ ചെയ്തോന്നാണ് പറയൽ. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തോന്നാണ്. ഈ ആപ്ലിക്കേഷൻ അത്രയും ഉപകാരമുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് പിക്സൽ ഫിൽറ്റർ എന്നാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ വാട്സപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഇമേജിൻ്റെ അത്ര പോലും ഫയൽ സൈസ് ഇതിനില്ല, വെറും 100 KB മാത്രമേ ഉള്ളൂ. പെർമിഷനുകളൊന്നും ചോദിക്കുന്നില്ല. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിലുള്ള മൊത്തം ഫിക്സിൽ നമുക്ക് മാറ്റം വരുത്താം. ഫിക്സിൽ മാറ്റം വരുത്തുക വെച്ചാൽ ഇതിപ്പോൾ ഞാനിവിടെ ഓണാക്കി ഓഫാക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നമുക്കൊരുപാട് ബാറ്ററി സേവ് ചെയ്യാനാവും. ഇപ്പോൾ നിങ്ങളെ ഫോണിലൊരു 30% ചാർജ് ആളുന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കിയിട്ടാൽ അത് ഇരട്ടി സമയത്ത് നമുക്ക് ഉപയോഗിക്കാനാവും. ഇതിപ്പോൾ പിക്സൽ പാറ്റേൺ 50 എന്ന് കാണുന്നില്ലേ, അത് ഒന്ന് വേണമെങ്കിൽ കസ്റ്റം 5 വരെ നിങ്ങൾക്ക് ആക്കി വെക്കാം. പിന്നെ അതുപോലെ എത്ര സമയത്തേക്ക് ഇത് ആവണമെന്ന് 5 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഉണ്ട്. അത് സമയം ഇവിടുന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഉണ്ടോ, ഇത് നമ്മുടെ ഫോണിൻ്റെ മൊത്തം പിക്സൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് കുറച്ചിട്ട് ബാറ്ററി സേവ് ചെയ്യാനാവും. അത് മാത്രമല്ല, ഇതൊരു പ്രാവശ്യം ഇങ്ങനെ സെറ്റിങ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം ഓപ്പൺ ചെയ്യുന്നവരാണ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടിയുള്ളൂ. പിന്നെ ഓരോ പ്രാവശ്യവും ഈ ആപ്ലിക്കേഷൻ്റെ ഐക്കണുമിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ആപ്ലിക്കേഷൻ തുറക്കുകയൊന്നും വേണ്ട, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇത് നമ്മളെ ബാറ്ററി ചാർജ് നിലനിർത്തിയുള്ള നല്ലൊരു ഐഡിയ ആണ്. ഇനി അടുത്തത്, നമ്മൾ ഫോണിൽ ഓരോ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഫോണിൻ്റെ മെനു ഒക്കെ ഓപ്പൺ ചെയ്യുന്നേരം ഒരു അനിമേഷനോട് കൂടിയാണ് ഓപ്പൺ ആകുക. ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആകുന്ന കണ്ടില്ലേ, ഒന്നിക്കൽ സൂം ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ താഴേന്ന് മേലോട്ട് സ്കെയിലാകുന്ന, അല്ലെങ്കിൽ മേലെ നിന്ന് താഴോട്ട് സ്കെയിലാകുന്ന ഒരു അനിമേഷൻ ഉണ്ടാവും. ഈ അനിമേഷൻ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കുറച്ച് നമുക്ക് സേവ് ചെയ്യാനാവും. അതിനെന്താ ചെയ്യേണ്ടത്? ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് വിട്ടോ. സെറ്റിങ്സ് പോയിട്ട് എന്താ ചെയ്യുക, നേരെ താഴേക്ക് പോയാൽ ഡെവലപ്പർ ഓപ്ഷൻ കാണാം. ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളെ ഫോണിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എബൌട്ട് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ബിൽഡ് നമ്പറിൽ 7 പ്രാവശ്യം തുടർച്ചയായിട്ട് ഞെക്കിയാൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. എന്നിട്ട് ഈ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പോയി വിൻഡോ അനിമേഷൻ സ്കെയില്, ട്രാൻസിഷൻ അനിമേഷൻ സ്കെയില്, അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയില് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണാം. ഇത് 3 ഡിഫാൾട്ടായിട്ട് 1 അല്ലെങ്കിൽ 0.5 ഇൻറ്റുലൊക്കെ ഉണ്ടാകുക. അതൊന്ന് ഓഫാക്കിയിടുക. ഓഫാക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം കാണാനാവും. ഇത് 3 ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ കുറച്ച് ബാറ്ററി സേവ് ചെയ്യാവുന്ന മാത്രമല്ല ഫോണിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനും ഹാങ് ആകുന്ന പ്രശ്നം ഒഴിവാക്കാനും ഈ സംഭവങ്ങൾ കൊണ്ട് കഴിയും. ഇനി അടുത്തത് ഫൈനലായിട്ട് നമുക്ക് ഒരൊറ്റ കൈ പ്രയോഗമുണ്ട്. അതായത് നമ്മളെ ഫോൺ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങളൊരു യാത്രയിലൊക്കെ ആവുന്ന പെട്ടെന്ന് ചാർജ് ചെയ്യണമെന്ന് ആകുകയില്ല, ചാർജ് തീരുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന ഈ സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്തിടുക. മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഇത് നമ്മളെ ഫോണിൻ്റെ മൊത്തം കളർ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് ബാറ്ററി ചാർജ് ഒരുപാട് നമുക്ക് സേവ് ചെയ്യാനാവും. അതിന് നിങ്ങൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് നേരത്തെ പോയ ഡെവലപ്പർ ഓപ്ഷനിൽ തന്നെ പോവുക. എന്നിട്ട് നേരെ താഴേക്ക് പോവുക. താഴെ പോയാൽ സിമുലേറ്റ് കളർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നെല്ലാം തിരിയുന്നുണ്ട്. നിങ്ങൾക്ക് തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരാട്ടം തിരിയും. അപ്പോൾ ഈ സിമുലേറ്റ് കളർ സ്പേസ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മോണോക്രോമസി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം മാറ്റം എന്തെന്നാന്ന് നോക്കിക്കോ. കണ്ടോ, കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. കളർ എന്ന് പറയുന്ന സാധനം ഇല്ലില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം. പിന്നെ ഇത് നമ്മളെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ഒരുപാട് കുറയ്ക്കും. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഓഫാക്കണമെങ്കിലും
അവിടെ തന്നെ പോകണം. ആ സെറ്റിങ്സ് പോയിട്ട് അവിടെ നിന്ന് ഓഫാക്കണം. അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. എവിടെ പോയി സെറ്റിങ്സ്? സിമുലേറ്റ് കളർ സ്പേസ് എടുത്തിട്ട് ഈ മോണോക്രോമസിൽ നിന്ന് ഓഫിലേക്കുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ അതങ്ങ് ഓഫാകുകയും ചെയ്യും. ആവശ്യമുള്ള സമയത്ത് ഇത് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നമുക്ക് വളരെയധികം ലാഭിക്കാനാവും. അപ്പം ഈ പറഞ്ഞു തന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടിരിക്കുന്നു ഒന്ന് അറിയിക്കുക. അത് മാത്രമല്ല, ഇതറിയാത്ത കുറേ ചങ്ങായിമാർ നിങ്ങൾക്ക് ഉണ്ടാവും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനെക്കൊണ്ട് എനിക്കൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഇപ്പോൾ അധികം നോട്ടിഫിക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മളെ ചാനലിനും അതൊരു ഉപകാരമായിട്ട് മാറും. ഇത്രയൊക്കെ ആവട്ടെ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റിൽ നാളെ കാണാം. അതുവരെ നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയർ. താങ്ക് യു.